മധുമാസം വെള്ളിക്കൊലുസിട്ടും കുനുകൂന്തൽ ചുരുൾ തൊട്ടും കനവിൽ നിറവായി നിൻ രൂപം തുള്ളിക്കൊരു കൊടമായി കുളിർ കൊടയാൻ ഇനി നെറുകിൽ പൊഴിയാൻ അഴകിൻ മഴമേഘം തമ്മിൽ തനു തഴുകി കുളിർ മെഴുകി കളമെഴുതി തളരാം ഇനി വേഗം തിങ്കൾ കുറി തൊട്ടു തുടുതുമ്പക്കുടമിട്ടും മനസ്സിൽ വരവായി മധുമാസം തുടുതുമ്പക്കുടമിട്ടും മനസ്സിൽ വരവായി മധുമാസം വെള്ളിക്കൊലുസിട്ടും കുനുകൂന്തൽ ചുരുൾ തൊട്ടും കനവിൽ നിറവായി നിൻ രൂപം തുള്ളിക്കൊരു കൊടമായി കുളിർ കൊടയാൻ ഇനി നെറുകിൽ പൊഴിയാൻ അഴകിൻ മഴമേഘം തമ്മിൽ തനു തഴുകി കുളിർ മെഴുകി കളമെഴുതി തളരാം ഇനി വേഗം തിങ്കൾ കുറി തൊട്ടു തുടുതുമ്പക്കുടമിട്ടും മനസ്സിൽ പരവായി മധുമാസം തിങ്കൾ കുറി തൊട്ടു തുടുതുമ്പക്കുടമിട്ടും മനസ്സിൽ വരവായി മധുമാസം വെള്ളിക്കൊലുസിട്ടും കുനുകൂന്തൽ ചുരുൾ തൊട്ടും കനവിൽ നിറവായി നിൻ രൂപം തുള്ളിക്കൊരു കൊടമായി കുളിർ കൊടയാൻ ഇനി നെറുകിൽ പൊഴിയാൻ അഴകിൻ മഴമേഘം തമ്മിൽ തനു തഴുകി കുളിർ മെഴുകി കളമെഴുതി തളരാം ഇനി വേഗം തിങ്കൾ കുറി തൊട്ടു തുടുതുമ്പക്കുടമിട്ടും മനസ്സിൽ വരവായി മധുമാസം. നന്നായിരുന്നു. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. കാർത്തിക, നല്ല സോങ് സെലക്ഷൻ. എന്ത് പറ്റി ഇടയ്ക്ക്? അവസാനം ഇപ്പോഴും തുപ്പലിറക്കാൻ സമയം കിട്ടിയില്ല. അപ്പം എന്തായാലും ലാസ്റ്റ് പെർഫോമൻസിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റി അല്ലേ? പറ്റി. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. അതെ ചേച്ചി, മോളന്ന് ഡ്രൈ ആയി പോയ ശബ്ദം. എനിക്ക് ഇടയ്ക്ക് തുപ്പലിറക്കാനുള്ള സമയം കിട്ടിയില്ല. എന്താണ്? ഓ മൈ ഗോഡ്, കുറച്ച് മുന്നേ തുപ്പലിറക്കായിരുന്നു. ഇപ്പൊ ഈ ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സ് തന്നെ, ഇപ്പം ചേച്ചി തന്നെയാണെങ്കിലും ചേച്ചി മാർക്ക് ചെയ്ത് വെക്കും എവിടെയാണ് ശ്വാസം എടുക്കേണ്ടത് ഇതൊക്കെ. അപ്പോൾ നമ്മൾക്കും ഇതുപോലെ ഒരു പ്രോബ്ലം അയ്യോ എവിടെയെങ്കിലും പാടുമ്പോൾ ചിലപ്പം ഇത് നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട് അതിലിത് അല്ലേ, ശ്വാസം കിട്ടാൻ പ്രശ്നമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് ആദ്യമേ എങ്ങനെ എടുക്കാമെന്ന് നമ്മുടെ പ്ലാനിങ്ങിൽ ഉണ്ടാവണം. ഇന്ന് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നിരിക്കുക കാർത്തിക.
വളരെ വ്യത്യസ്തമായ രീതിയിൽ അല്ലേ? നല്ല ഭംഗിയുണ്ട് മോളെ. യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു മാം. നല്ല ചിരിച്ച് പാടി. ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ്, എന്നാലും കാർത്തിക ഒരുപാട് കോൺഫിഡൻസോട് കൂടി തന്നെ പാടി. എനിക്ക് മോളെ പല്ലവിയൊക്കെ നന്നായിരുന്നു. പല്ലവിയൊക്കെ ഇറ്റ് വാസ് ഗുഡ്. നല്ലൊരു അറ്റംപ്റ്റ് തന്നെ പറയാം. എന്നാലും ചില ഭാഗങ്ങൾ എനിക്കൊന്ന് കാർത്തിക് തന്നെ ഓൾറെഡി അറിയാം. പാട്ട് പഠിക്കുന്ന കുട്ടിയാണ്, ഓൾറെഡി അറിയാം എവിടെയൊക്കെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. മനസ്സിലെ അനുപല്ലവി അല്ലേ അത്? അതിൻ്റെ സെക്കൻഡ് ലൈൻ അതൊന്ന് മോള് പാടൂ. മനസ്സിലെ മൺചിമിഴിൽ മായാവർണ്ണച്ചാന്തായി തീർന്നാൽ. അവിടെ കുറച്ച് ആ സ്കെയിൽ അങ്ങനെ ആയതുകൊണ്ട് അവിടെ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു മോള്. അതേപോലെ ചരണത്തിലെ ലൈൻസിലും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആ സ്ട്രെയിൻ ഫീൽ വരാത്ത വിധത്തിൽ എങ്ങനെ നമുക്കതിനെ റെഡിയാക്കാം എന്നുള്ളത് മോള് തന്നെ പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മുടെ ഒരു റേഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു റേഞ്ചിൽ എങ്ങനെ ആ ഭാഗം സ്വീറ്റ് ആക്കാം എന്നുള്ളത് മോൾ ആലോചിച്ച് പ്ലാൻ ചെയ്യണം. അത് ഹൈ പിച്ച് ആയതുകൊണ്ട് അവിടെ പാടുമ്പോൾ ആ ഒരു സ്ട്രെയിൻ നമുക്ക് കേൾക്കുമ്പോൾ വല്ലാണ്ടത് ഫീൽ ചെയ്യും. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാവും ആ സ്ഥലം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു നമ്മൾ ഇളവെയിലിൽ തുമ്പികളായി. ഇളവെയിൽ തുമ്പികളായി എങ്ങും നമ്മൾ പാറിപ്പോയാൽ. എങ്ങും നമ്മൾ പാറിപ്പോയാൽ. അവിടെയൊക്കെ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആവാമായിരുന്നു. അവിടെ സ്ലിപ്പായിപ്പോയി മോള്. അവിടെ ആ പിച്ച് അത് അവിടെ ഹൈയിൽ നിൽക്കുന്നത് കൊണ്ട് മോൾക്ക് അതൊന്നും ഗ്രിപ്പിൽ വീണില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അതുപോലെ ചരണത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ പോർഷൻസിലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു മോൾ. അതിൻ്റെ ചരണത്തിൻ്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടും. കരമലർ താമരയിൽ കാവിളിലെ പൊന്നിതളിൽ കരവരെ വണ്ടെഴുതും കാണാവർണ്ണ ചിത്രം കണ്ടു മഴമുകിൽ തേരിറങ്ങി. ഇത് അനുപല്ലവിയിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചരണം പാടിയപ്പോൾ മോള് കുറച്ച് അവിടെ സ്ലിപ്പായിപ്പോയി ആ സ്ഥലം. അതാ ഞാൻ പറഞ്ഞത്, ചില കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ മോളൊന്ന് ശ്രമിക്കണം. ഓക്കെ, നന്നായി പാടുന്ന കുട്ടിയാണ്, നല്ല കഴിവുള്ള ആളാണ്. ഇത് മണി പോലെ പാടായിരുന്നു. ലാസ്റ്റിൽ കുറച്ചൊരു വെപ്രാളം കയറിപ്പോയി. തുപ്പലും വരിയും എല്ലാം കൂടെ ഒരു വെപ്രാളം ഉണ്ടാക്കിപ്പോയി. പക്ഷെ എന്നാലും മാനേജ് ചെയ്ത് ചിരിച്ചുകൊണ്ട് നമ്മൾ പാട്ടങ്ങ് ക്ലോസ് ചെയ്തു. ചക്കരെ നന്നായിരുന്നു കേട്ടോ പാടിയത്. നമ്മള് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ആദ്യം വന്ന കാർത്തികേ അല്ല ഇപ്പൊ പാടുന്ന കാർത്തിക. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇതൊക്കെ നമ്മുടെ മാസ്റ്റേഴ്സിന്റെ പാട്ടാണ്. അപ്പൊ ഇതൊക്കെ കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ലാതെ നല്ല ഉഗ്രൻ സെലക്ഷൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലെ ഇതിനേക്കാൾ നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. കാർത്തിക, എന്തോ സാർ? അപ്പം എന്തായാലും മോള് നന്നായിട്ട് പാടി. ഇതിനകത്ത് കുറച്ച് നമുക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് മണിവിരൽ തുമ്പിനാൽ മിഴികളിൽ ആ പോർഷൻ ഒന്ന് പഠിക്കും. മണിവിരൽ തുമ്പൊഴിഞ്ഞാൽ മിഴികളിൽ മയ്യലിഞ്ഞാൽ. കുറച്ചുകൂടെ ക്രിസ്പി ആകാം അവിടെ കേട്ടോ. ഓക്കെ, അതൊന്ന് ക്രിസ്പി ആക്കണം. ഒരു മുളം തണ്ട്, അത് കഴിഞ്ഞിട്ട് വരുന്ന സ്വരം. അതൊന്ന് ക്ലാരിറ്റി ആയിട്ട് അതിന്റെ പ്രീവിയസ് പാടി വരൂ. ഒരു മുളം തണ്ടരുളും സ്വരമഴയേറ്റുണർന്നാൽ. ഇപ്പൊ ഏകദേശം വന്നു. അപ്പൊ ആ ബേസിൽ നിന്ന് വന്നിട്ട് അങ്ങോട്ട് ആ ഒരു ഗമകത്തോടു കൂടി പാടിയാൽ നന്നായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പാറിപ്പോയാൽ അതൊന്ന് ക്ലാരിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇളവയിൽ ഇപ്പോഴും മോളെ ശ്രുതി അവിടെ നിന്ന് 2 അടി അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത് ശ്രുതി കേട്ടോ. പിന്നെ മനസ്സിൽ വരുവായി മധുമാസം, അതുപോലെ തന്നെ മഴമുകിൽ തേരിറങ്ങിയ നേരത്തെ ഉള്ള ആ പോർഷൻ തന്നെ. കാതിൽ മെല്ലെ ചൊല്ലി കല്യാണത്തിൻ നാളിൽ, അതൊന്ന് പാടാവോ ചരണത്തില്? മെല്ലെ ചൊല്ലി കല്യാണത്തിൻ നാളിൽ കണ്ണാടിപ്പൂ മുത്തൻ മാറിൽ ചാർത്തും. ആ പോർഷൻ ക്ലാരിറ്റി വന്നില്ല എനിക്ക്, അതാണ് ചോദിക്കുന്നത്. മാറിൽ ചാർത്തും ചാർത്തും, അതാണ് ചാർത്തും
ചാർത്തും. ചാർത്തും. അപ്പം പാടുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പാടുക. ഇനി നോട്ട് അബദ്ധമാണെങ്കിൽ പോലും അത് ഡെഫിനറ്റ് ആയിട്ട് പാടാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ കണ്ണാടി കുറച്ച് പിന്നെ സ്ഥലങ്ങളുണ്ട്. എന്തായാലും കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടായിരുന്നത് നന്നായിരുന്നു. കാരണം നമ്മൾ എന്ത് പാടുന്നോ അത് നമ്മളങ്ങ് തറപ്പിക്കുക, തെറ്റോ ശരിയോ. അപ്പം ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കാതിരിക്കുക. പിന്നെ ലാസ്റ്റിൽ വിട്ടു അത് സ്വാഭാവികം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സോങ് അടുപ്പിച്ചടുപ്പിച്ച് പിന്നെ അക്ഷരങ്ങൾ വരികയല്ലേ. അപ്പം അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. അപ്പം ഇപ്പം മാഞ്ചേരി പറഞ്ഞ പോലെ നമുക്ക് മാർക്ക് ചെയ്തിട്ടോ എന്തെങ്കിലുമൊക്കെ നോക്കുക. പക്ഷേ ടോട്ടലി നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നല്ല രസമുണ്ട്. കാരണം രവീന്ദ്ര മാഷിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റൈലിലുള്ള അറേഞ്ച്മെൻറ്റ്സ് അല്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ട് പല്ലവിയിൽ വരുമ്പോൾ ടങ് 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 അവിടെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്തായാലും ടോട്ടലി നന്നായിരുന്നു. ഗുഡ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ശരത് സാർ. കാർത്തികേ, എന്തോ സാർ? ചക്കരെ, നല്ല പാടടാ, നല്ല പാട്ട്. കാര്യം ഇത് കുറെ സർക്കസാണ്. ഇത് കാര്യം ഈസി ആയിട്ട് പാടിട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ എല്ലാരും പറഞ്ഞു, ഇപ്പൊ മഞ്ചരിയും അണ്ണനൊക്കെ പറഞ്ഞു, അതൊക്കെ തന്നെ ഞാൻ എഴുതിയിട്ടുള്ളൂ. എന്ത് രസമാണ് ആ കോമ്പസിഷൻ. അപ്പൊ മോടെ അത് കുറേയും കൂടെ കൃത്യത വേണ്ടേ പാടുമ്പോ? വേണ്ടേ? വേണം സാർ. അപ്പൊ പിന്നെ അതൊക്കെയാണ് ഇപ്പൊ ഇവര് പറഞ്ഞതിനാണ് ഞാൻ എഴുതി. പിന്നെ ഞാനത് പാടിപ്പിക്കുന്നില്ല. അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും, നല്ല രസമായിരിക്കും. സുഖമാണല്ലോ കാർത്തിക്? സുഖാണ് സാർ. ഇനി എപ്പോഴാണ് മറ്റേ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത്? ഇല്ല, ഇത് ഷോ കഴിഞ്ഞിട്ട് ഇനി നോക്കണം. അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് തുടങ്ങും. ഓൾ ദി ബെസ്റ്റ്. അത് കലക്ക് കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഷാനിക. കാർത്തിക, എന്താ സാർ? നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഞാൻ ആകെ ഇവിടെ എഴുതി വെച്ചത് ക്ലാരിറ്റി എന്ന് മാത്രമാണ്. കാരണം ആ നോട്ട്സ് ഹിറ്റ് ചെയ്യുന്നതൊന്നും മനസ്സിലാവുന്നില്ല കാർത്തിക. ആ നോട്ട് ഹിറ്റ് ചെയ്താൽ നമുക്ക് ഓക്കെ അവളവിടെ തൊട്ടു. ഇതിങ്ങനെ വഴുതിയിട്ടൊക്കെയാണ് പോകുന്നത്. ഒരു സിംഗിങ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു എക്സിക്യൂഷൻ പോലെ ആണ് ഫീൽ ചെയ്തത്. ഓക്കെ, ആ പാട്ടങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി നല്ല ടോൺ, കുറച്ച് ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു ആക്ച്വലി പാടിയത്. നല്ല ടോൺ, ഇന്ന് ടോൺ കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കും. എം ജി സാർ. 9. താങ്ക് യു സാർ. ശരത് സാർ. 9 marks. താങ്ക് യു സാർ. കാർത്തിക പെണ്ണേ, യുവർ മാർക്സ്. ഓക്കെ, സോ ടോട്ടൽ 18. ഓക്കെ.